ആ നിമിഷം വരികയാണ്, ചരിത്രത്തിൽ തന്നെ ഔചാരിതമെന്നോണം. പഴയതിൽ നിന്ന് പുതിയതിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുമ്പോൾ, ഒരു യുഗം അവസാനിക്കുമ്പോൾ, ദീർഘകാലം അടിച്ചമർത്തപ്പെട്ട ഒരു രാജ്യത്തിന്റെ ആത്മാവ് അതിന്റെ ശബ്ദം വീണ്ടെടുക്കുകയാണ്. രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1947 ഓഗസ്റ്റ് 14 ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന്റെ പുതുയുഗത്തിലേക്ക് തെളിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം 3/4 നൂറ്റാണ്ടിനിപ്പുറം ന്യൂയോർക്കിൽ ചരിത്രത്തിന്റെ മറ്റൊരു വഴിത്തിരിവെന്ന് കരുതുന്ന ഘട്ടത്തിൽ പ്രതിധ്വനിക്കപ്പെടുന്നു. ഇന്നലെ ലോകം മുഴുവൻ ആ പ്രതിധ്വനി കണ്ടും കേട്ടും കൊണ്ടിരുന്നു. 33 വയസ്സുകാരനായ കുടിയേറ്റക്കാരനും മുസ്ലിമും സർവോപരി ഒരു സോഷ്യലിസ്റ്റുമായ സൊഹ്റാൻ മംദാനിയിലൂടെ. ചരിത്രം ചില സന്ദർഭങ്ങളിൽ പലതും ഓർമ്മിപ്പിക്കും. അത്തരമൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു കഴിഞ്ഞ ദിവസത്തേത്. ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാതാവിന്റെ വാക്കുകൾ വിമോചന സ്വപ്നം പേർന്ന ഒരാൾ തന്റെ അധികാരലബ്ധിയുടെ വേളയിൽ ഓർക്കുന്നത് സാധാരണഗതിയിൽ ദേശീയ വികാരം ഉണർത്തേണ്ടതായിരുന്നു. പക്ഷേ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? നമ്മുടെ അധികാരികൾ ആരെങ്കിലും ഇക്കാര്യം കണ്ടെന്ന് നടിച്ചത്? എന്തിന് മംദാനിയുടെ വിജയം പോലും അവർ കണ്ടതായി ഭാവിച്ചില്ല? അതിനൊരു കാരണമുണ്ട്. രാജ്യാതിർത്തികൾക്കപ്പുറം നീളുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ ഇഴയടുപ്പമാണ് അതിന്റെ കാരണം. അവിടെ മംദാനിയും നെഹ്റുവും ശത്രുപക്ഷത്താണ്. വിശ്വഗുരു മുതൽ താഴെത്തട്ടിൽ വെറുപ്പുൽപ്പാദിപ്പിച്ച് ജീവിക്കുന്ന വലത് സൈബർ സംഘങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം അവധിയിലായതിന് കാരണവും അതുതന്നെയാണ്. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ഋഷി സുനക്, ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ, മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദല്ല, ഇവരെല്ലാം അതാത് സ്ഥാനങ്ങളിൽ എത്തിയപ്പോൾ ഇന്ത്യൻ വലതുപക്ഷത്തിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസത്തെ പോലെ ആയിരുന്നില്ല. ഇന്ത്യൻ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരല്ലാതിരുന്നിട്ട് പോലും ദിവസങ്ങളോളം ദേശീയ മാധ്യമങ്ങളുടെ ചർച്ചാ വിഷയമായിരുന്നു ഋഷി സുനക്, അവരുടെ സ്ഥാനാരോഹണം. എന്തിനേറെ, നിലവിലെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ജീവിത പങ്കാളി ഉഷ വാൻസിനെ പോലും ഇന്ത്യയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ BJP സൈബർ ഹാൻഡിലുകൾ ആഘോഷിച്ചു. എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുടെ, അതായത് അമേരിക്കയുടെ സാമ്പത്തിക ഹബ്ബായ ന്യൂയോർക്ക് പോലെയൊരു നഗരത്തിന്റെ മേയർ പദവിയിലേക്ക് എത്തിയിട്ട് പോലും സൊഹ്റാൻ മംദാനി ഇന്ത്യയിൽ ആഘോഷിക്കപ്പെടുന്നില്ല. കാരണം പലതുണ്ട്. ഒരിക്കൽ മംദാനിയോട് ചോദിച്ചു, മോദി ഇവിടെ എത്തുന്നു, താങ്കളോടൊപ്പം ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു, താങ്കൾ എന്ത് ചെയ്യും? താൻ മോദിയോടൊപ്പം ഒരു വാർത്താ സമ്മേളനത്തിന് തയ്യാറാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് മംദാനി അതിന് വിശദീകരണം നൽകി. എന്റെ പിതാവിന്റെ കുടുംബം ഗുജറാത്തിൽ നിന്നുള്ളതാണ്. അവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുസ്ലിം കൂട്ടക്കൊലയ്ക്ക് സഹായകരമായ നിലപാടാണ് മോദി സ്വീകരിച്ചത്. എൻ്റെ പിതാവിൻ്റെ കുടുംബം മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണ്. ഇപ്പോൾ ഗുജറാത്തിൽ മുസ്ലിങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിൽ വ്യാപകമായ കൂട്ടക്കൊലയായിരുന്നു അന്ന് നടന്നത്. നെതന്യാഹുവിനെ പോലെ മോദിയും യുദ്ധ കുറ്റവാളിയാണ്. ഇതായിരുന്നു മംദാനിയുടെ മറുപടി. അതുമാത്രമല്ല, ഉമർ ഖാലിദിന് വേണ്ടി ശബ്ദമുയർത്താനും ബാബരി ധ്വംസനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJPയുടെ പങ്ക് ചൂണ്ടിക്കാട്ടാനും അതിനെതിരെ പ്രതിഷേധിക്കാനും മംദാനി മുൻനിരയിലുണ്ടായിരുന്നു. ഇന്ത്യക്കാരനേക്കാൾ മംദാനി ഒരു പാകിസ്ഥാനിയാണെന്നാണ് തോന്നുകയെന്ന് BJP നേതാവ് കങ്കണ റണാവട്ട് പറഞ്ഞതെല്ലാം ഇതിനോട് ചേർത്ത് വേണം വായിക്കാൻ. അതുകൊണ്ട് തന്നെ അമേരിക്കയിലും മംദാനിയെ തോൽപ്പിക്കാൻ ഹിന്ദു വലതുപക്ഷം കഠിനമായി ശ്രമിച്ചിരുന്നു. മംദാനി ഹിന്ദുഫോബിക് ആണെന്ന് ആരോപിച്ച് അമേരിക്കൻസ് ഫോർ ഹിന്ദുസ്, വിശ്വ ഹിന്ദു പരിഷത്ത് ഓഫ് അമേരിക്ക ഉൾപ്പെടെയുള്ള സംഘടനകൾ കൊണ്ടുപിടിച്ച് പ്രചാരണം നടത്തി. ന്യൂയോർക്ക് സിറ്റി ക്യാമ്പയിൻ ഫിനാൻസ് രേഖകൾ പ്രകാരം മംദാനിയെ തോൽപ്പിക്കാൻ ലക്ഷ്യമിട്ട് പല ഹിന്ദുത്വ ഗ്രൂപ്പുകളും ന്യൂയോർക്കിൽ പണമൊഴുക്കി. മംദാനിയുടെ മതഭ്രാന്ത് നിർത്തുക, ഇന്തിഫാദയിൽ നിന്ന് ന്യൂയോർക്ക് സിറ്റിയെ രക്ഷിക്കുക എന്നൊക്കെയുള്ള പ്രചാരണങ്ങളായിരുന്നു ഇക്കൂട്ടർ അഴിച്ചുവിട്ടത്. ഹിന്ദുവിരുദ്ധനായി മംദാനിയെ ചിത്രീകരിക്കുകയായിരുന്നു ലക്ഷ്യം. ഏകദേശം 11 ലക്ഷത്തോളം ഇസ്ലാമോഫോബിക് പോസ്റ്റുകളായിരുന്നു മംദാനിക്കെതിരെ ഈ ചെറിയ കാലയളവിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. പക്ഷേ ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, 50.3% വോട്ട് നേടി അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇനി ഇതിനെല്ലാം പുറമെ ഹിന്ദുത്വത്തെ മാത്രമല്ല, ആഗോളതലത്തിലുള്ള തീവ്ര വലതുപക്ഷക്കാർക്കും മംദാനി ഉയർത്തിപ്പിടിക്കുന്ന സ്വത്വബോധം വെല്ലുവിളിയാണ്. പറയാൻ കാരണം, ഇത്രയും കാലം അവർ ലോകത്തെമ്പാടും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഭീകരനായ മുസ്ലിം എന്ന കപട നിർമ്മിതിയെയാണ് മംദാനി പൊളിച്ചെഴുതുന്നത്. ഹോളിവുഡ് സിനിമകളിലൂടെയും അല്ലാതെയും അവരുണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചിരുന്ന, ലോകത്തെമ്പാടും പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന മുസ്ലിം എന്ന ഭീകര രൂപം, അതിന്റെ എല്ലാം നേർ വിപരീതമാണ് മംദാനി. പ്രോഗ്രസീവ് മൂല്യങ്ങൾ പുലർത്തുന്ന, മുസ്ലിം സ്വത്വത്തിൽ ഉറച്ചു നിൽക്കുന്ന, പ്രാക്ടീസിംഗ് മുസ്ലിം എന്ന് സ്വയം അടയാളപ്പെടുത്തുന്ന മംദാനി അതുകൊണ്ട് തന്നെ ഇക്കൂട്ടരെയെല്ലാം ഒരുപോലെ അസ്വസ്ഥമാക്കുന്നുണ്ട്. അതിനാൽ മംദാനിയെ ഹിന്ദുത്വവാദികൾക്ക് എതിർത്തേ പറ്റൂ, അവരെ കൊണ്ട് ആകും പോലെ.